പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക്. ഇന്ത്യ തീരുവ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ട്രംപ്. ഏപ്രിൽ 2 മുതൽ ഇന്ത്യക്ക് മറുപടി നൽകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യ ചുമത്തുന്ന തീരുവയിൽ ഇളവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ്. ഇന്ത്യ തീരുവ കുറച്ചാലും ഇല്ലെങ്കിലും ഏപ്രിൽ 2 മുതൽ ഇന്ത്യ ചുമത്തുന്ന അതേ തീരുവ തന്നെ അമേരിക്കയും ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. US-ൽ നിന്നുള്ള മദ്യം, മോട്ടോർ സൈക്കിളുകൾ എന്നിവയുടെ തീരുവ ഇന്ത്യ നേരത്തെ കുറച്ചിരുന്നു. ഓട്ടോമൊബൈൽ, കാർഷിക ഉപകരണങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ നികുതി കുറയ്ക്കാനും ഇന്ത്യ ഒരുങ്ങുന്നതായി നേരത്തെ വാർത്ത പുറത്തുവന്നിരുന്നു. ഇന്ത്യയുമായി നല്ല ബന്ധമാണ് നിലവിലുള്ളതെന്നും എന്നാൽ അവരുടെ തീരുവ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE സമ്പദ് വ്യവസ്ഥ ഈ വർഷം 4.8% വളർച്ച കൈവരിക്കുമെന്ന പ്രവചനം. വ്യാപാരത്തിലും വിനോദസഞ്ചാരത്തിലും ഈ വർഷം വളർച്ച കൈവരിക്കുമെന്നാണ് പ്രവചനം. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലകൾ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത്. ഓക്സ്ഫോർഡ് എക്കണോമിക്സ് റിപ്പോർട്ടിലാണ് പുതിയ വളർച്ചാ നിരക്ക് വ്യക്തമാക്കുന്നത്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുകളാണ് UAEക്ക് നേട്ടമായത്. ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഉൽപാദന ക്വാട്ടകൾ വർദ്ധിപ്പിച്ചതും നേട്ടമായി. വർഷാവസാനം രാജ്യത്തെ എണ്ണമേഖല കൂടുതൽ ശക്തിയാർജിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ UAEയിൽ കർശന നിയന്ത്രണം. നിരോധിത ഉള്ളടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചാൽ തടവും 10 ലക്ഷം ദിർഹം വരെ പിഴയും ശിക്ഷ. രാജ്യത്തിന്റെ സഹിഷ്ണുതയ്ക്ക് വിരുദ്ധമായ ഉള്ളടക്കങ്ങൾ ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണ്. നിയമലംഘനം ആവർത്തിച്ചാൽ 20 ലക്ഷം ദിർഹമായിരിക്കും പിഴ. രാജ്യത്തിന്റെ സംസ്കാരം, പാരമ്പര്യം, ആചാരങ്ങൾ, മൂല്യങ്ങൾ എന്നിവ തെറ്റായി ചിത്രീകരിക്കുന്ന ഉള്ളടക്കങ്ങൾ പാടില്ലെന്നാണ് നിർദ്ദേശം. വിദേശ നയത്തെയും ദേശീയ സുരക്ഷയെയും കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ 6 മാസം വരെ താൽക്കാലികമായി അടച്ചിടും. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും. നിയമലംഘനത്തിന് കാരണമായ പോസ്റ്റ് സ്വയം നീക്കിയില്ലെങ്കിൽ അതിനുള്ള ചെലവും ഈടാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള സന്തോഷ സൂചികയിൽ UAEക്ക് നേട്ടം. അമേരിക്കയെയും ബ്രിട്ടനെയും മറ്റെല്ലാ അറബ് രാജ്യങ്ങളിലെയും പിന്നിലാക്കി UAE 21ാം സ്ഥാനം നേടി. പണം സംഭാവന ചെയ്യുന്നതിൽ UAE ലോകത്ത് 16ാം സ്ഥാനത്തും സന്നദ്ധ സേവനത്തിൽ 19ാം സ്ഥാനത്തുമാണ്. എന്നാൽ അപരിചിതനെ സഹായിക്കുന്നതിൽ ലോകത്ത് 67ാം സ്ഥാനത്താണ് UAE. ശക്തമായ സമ്പദ് വ്യവസ്ഥ, ഉയർന്ന തലത്തിലുള്ള സാമൂഹിക പിന്തുണ, ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ UAEയിലുണ്ട്. തൊഴിൽ വിപണി, സാമ്പത്തിക സാഹചര്യങ്ങൾ, ജീവിത നിലവാരം എന്നിവയാണ് UAEയിലെ ജനങ്ങളുടെ സന്തോഷത്തിന് കാരണമായതെന്ന് സർവേ കണ്ടെത്തി. കുടുംബ സമൂഹ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി UAE 2025 സമൂഹത്തിന്റെ വർഷമായി പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഈ നേട്ടത്തിൽ നിർണായകമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റോഡുകളിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കി കുവൈത്ത്. 8851 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തി. പരിശോധനയിൽ 8851 ട്രാഫിക് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ഇതിൽ 54 നിയമലംഘനങ്ങൾ ഭിന്നശേഷിയുള്ളവർക്കായി നീക്കിവെച്ച സ്ഥലങ്ങൾ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ നിയമപ്രകാരം ട്രാഫിക് കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കിയാൽ 150 ദിനാർ പിഴ ചുമത്താവുന്നതാണ്. കേസ് കോടതിയിലെത്തിച്ചാൽ 1 മുതൽ 3 വർഷം വരെ തടവോ 600 മുതൽ 1000 ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും ചേർന്നുള്ള ശിക്ഷയോ ലഭിക്കാം. മയക്കുമരുന്ന് കൈവശം വെച്ചവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പരിശോധനകളിൽ പിടികൂടിയ 7 പേരെ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന് കൈമാറി. ഈ വ്യക്തികൾ മയക്കുമരുന്ന് കൈവശം വെച്ചതിനോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെയോ മദ്യത്തിന്റെയോ സ്വാധീനത്തിൽ വാഹനമോടിച്ചതിനോ ആണ് പിടിക്കപ്പെട്ടത്. കൂടാതെ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിലുള്ള 20 പേരെയും തിരിച്ചറിയൽ രേഖകളില്ലാതെ കണ്ടെത്തിയ 17 പേരെയും കാലാവധി കഴിഞ്ഞ താമസ രേഖകളുള്ള 20 വിദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.